തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നില ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ. റിവർ സഫാരിക്കായി കയാക്കിംഗ്, ബോട്ടിംഗ്, വഞ്ചി സഫാരി, സ്വാൻ പെഡൽ സർവീസുകൾ. രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം. വിനോദത്തിനായി കിഡ്സ് പാർക്ക്, പ്ലേ ഗ്രൗണ്ട്, ഹോഴ്സ് റൈഡിംഗ്, വാട്ടർ പൂൾ. നില ബോട്ട് ക്ലബ്. വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ അഹമ്മദിയ ബാലസംഘടന പഠന ശിബിര ക്യാമ്പ് സംഘടിപ്പിച്ചു. खलीफा के हम हैं, खलीफा हमारा, वो दिल है हमारा, आका हमारा, हमारा हमारा खलीफा हमारा, वो दिल है हमारा, आका हमारा, जो तलहा ने हाथों पे तीरों को खाया, फिदाओं के आका पे सब कुछ लुटाया, जो तलहा ने हाथों पे तीरों को खाया, फिदाओं के आका पे सब कुछ लुटाया, देंगे के जिंदा जमा. ചേലക്കര വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ അഹമ്മദിയ ബാലസംഘടനയായ മജ്ലിസ് അത്ഫാലുൽ അഹമ്മദിയയുടെ പഠന ശിബിര ക്യാമ്പ് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ വിജയകരമായി സംഘടിപ്പിച്ചു. ചേലക്കര യുവജന സംഘടനാ പ്രസിഡന്റ് അഹമ്മദ് ഫസദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ യുവജന സംഘടനാ പ്രസിഡന്റ് താരിഖ് അഹമ്മദ് അലനല്ലൂർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ബാലജന സംഘടനാ അധ്യക്ഷൻ ഫയാസ് അഹമ്മദ്, ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് സുബൈർ അഹമ്മദ്, ജിഷാൻ അഹമ്മദ്, മൗലവി മുഹമ്മദ് സലീം, മൗലവി നസീം അഹമ്മദ്, മൗലവി ഗുലാം അഹമ്മദ്, ടി റിയാസ് അഹമ്മദ്, പി എ മുഹമ്മദ് കാസിം, ടി റാഷിഖ് അഹമ്മദ്, മൗലവി മഹബൂബ് അഹമ്മദ് എന്നിവർ വിവിധ പ്രോഗ്രാമുകൾക്കും മത്സരങ്ങൾക്കും നേതൃത്വം നൽകി. ഇക്കാലഘട്ടത്തിൽ അവതീർണനായ വാഗ്ദത്ത മസീഹും ഇമാം മഹ്ദിയുമായ മീർസ ഗുലാം അഹമ്മദിന്റെ വാഗ്ദത്ത പുത്രനും 2ാം ഖലീഫയുമായ മീർസ ബഷ്റുദ്ദീൻ 1940 സ്ഥാപിച്ച അഹമ്മദിയ ബാലജന സംഘടനയ്ക്ക് ഇന്നേക്ക് 85 വർഷമായതായും ഈ ദിനങ്ങളിൽ വിവിധ ഗ്രൂപ്പുകളായി തരംതിരിച്ച് കായിക വൈജ്ഞാനിക മത്സരങ്ങളും ബോധവൽക്കരണ ക്ലാസുകൾ നടന്നതായും പ്രകൃതിയെ അടുത്തറിയാനുള്ള പുഴയോരത്തേക്കുള്ള യാത്ര കുട്ടികൾ ആസ്വദിച്ചതായും ക്യാമ്പിൽ നടന്ന മത്സരങ്ങളിലെല്ലാം കുട്ടികൾ വാശിയേറിയ മത്സരങ്ങൾ കാഴ്ചവെച്ചതായും കമ്മിറ്റി അധികൃതർ അറിയിച്ചു. വിവിധ മത്സരങ്ങളിൽ നടന്ന വാശിയേറിയ കായിക വൈജ്ഞാനിക മത്സരങ്ങളിൽ മസ്രൂർ അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള ടീം 384 പോയിന്റ് നേടി ജേതാക്കളായി. ഓവറോൾ ട്രോഫി നേടിയതോടൊപ്പം വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാന വിതരണവും സമാപന യോഗത്തിൽ നടന്നു. അപ്പോൾ കൂടുതൽ വാക്കുവാദം നടക്കുന്നത്, കൂടുതൽ പൊങ്ങച്ചം പറഞ്ഞു നടക്കുന്നവൻ ഉള്ളിൽ പൊള്ളയാണ് ഉള്ളിൽ പൊള്ളയാണ് എന്നതാണ് അർത്ഥമാക്കുന്നത്. നല്ല അറിവുള്ള ഒരാൾ ഒരിക്കലും തന്നെ പൊങ്ങച്ചം കാണിക്കാൻ പാടുള്ളതല്ല. അതുപോലെ ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ അത്ഫാൽ യുവ ഉദ്ധാമികൾക്കും എത്രമാത്രം അവരുടെ യഥാർത്ഥ ശക്തി അവരുടെ ധൈര്യശക്തിയിലാണുള്ളത് എന്നുകൂടി മുസ്ലിം മോദി പറയുന്നു. അല്ലാതെ ഒരാളുടെ വലുപ്പത്തിലോ ഒരാളുടെ മസിലിലോ അല്ല ശക്തി, പകരം അയാളുടെ ധൈര്യത്തിലാണ്, അയാളുടെ ധൈര്യശക്തിയിലാണ് യഥാർത്ഥ ശക്തിയുള്ളതെന്നാണ് മുസ്ലിം മോദി പറയുന്നത്. ന്യൂസ് ഡെസ്ക് CCV.